നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു ഡൗട്ട് ചോദിച്ചതനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മക്കാഡമിയ നട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബദാമും കാഷ്യൂസും ഒക്കെ പോലെ തന്നെയുള്ള നട്ട്സാണ്. ഇത് ഓസ്ട്രേലിയൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു നട്ട്സാണ്. നമ്മുടെ നാട്ടിലൊന്നും കിട്ടുന്ന നട്ട്സ് അല്ല. ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള നട്ട്സാണ്. അതായത് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനൊക്കെ ഇത് സഹായകരമാണ്. ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസിന് കൺട്രോൾ കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. മഗ്നീഷ്യവും കാൽഷ്യവും ഒക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലിൻ്റെയും ഒക്കെ ബലത്തിന് ഇത് സഹായകരമാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഒരുപാട് എക്സ്പെൻസീവ് നട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ടോക്കോ ട്രൈനോൾസ് എന്ന് പറയപ്പെടുന്ന ഒരു വൈറ്റമിനിയുടെ ഒരു ഫോം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ തരാനും അതുപോലെ സ്കിന്നിന്റെ മോയ്സ്ചർ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. കാലറി വൈസ് നോക്കുവാണെങ്കിൽ വളരെ കൂടുതൽ തന്നെയാണ് ഇതിൻ്റെ കാലറി. ഒരു ഹാഫ് കപ്പ് മക്കാഡമിയ നട്ട്സിൽ ഏകദേശം 415 കിലോ കാലറിയോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒന്നും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്ര ഹൈ കാലറി ആയതുകൊണ്ട് ഒരു ടൈം നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം വെച്ചിട്ട് ഇപ്പോൾ ചോറും കറികളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു മീലിനെ കാട്ടി കൂടുതൽ വരുന്നുണ്ട് ഇതിൻ്റെ കാലറി. മക്കാഡമിയ നട്ട്സിൽ ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് റീനൽ പേഷ്യൻസിന് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കിഡ്നിക്ക് എന്തെങ്കിലും ട്രബിൾ ഉള്ളവർക്കൊന്നും ഇത് റെക്കമെൻഡഡ് അല്ല. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഐസോഫ്ലേവനോയിഡ്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ഒരുപാട് സഹായകരമാണ്. അതുകൊണ്ട് റെഗുലർ ബേസിസിൽ ഒരു 5-6 മക്കാഡമിയ നട്ട്സ് യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. തെറ്റെന്ന് പറയാനില്ല. എന്നാലും എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രാക്ടിക്കലി പറ്റുന്നവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കാഡമിയ നട്ട്സ് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയർ ഫുള്ളായൊരു ഫീലിംഗ് ആയിരിക്കും. അതുകൊണ്ട് വേറെ ഫുഡിൻ്റെ ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇൻഡയറക്റ്റ് വേയിൽ ഇപ്പോൾ ചിയ സീഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇൻഡയറക്റ്റ് വേയിൽ മക്കാഡമിയ നട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടറീസിൻ്റെ ഒക്കെ ഹെൽത്തിന് ഇത് ഒരുപാട് നല്ലതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. വലിയ പ്രോബ്ലം ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ റീനൽ പേഷ്യൻസ് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഈ നട്ട്സിൻ്റെയൊക്കെ അലർജി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് റെക്കമെൻഡഡ് അല്ല. ബാക്കി എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഹെൽത്തിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അളവ് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക, അത്രമാത്രം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.